friends, welcome to our channel Navami and Nurved Vlogs. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്, അപ്പം അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ബേബി കുട്ടിക്ക് ചാച്ചൻ്റെ വക ഡ്രസ്സ് എടുത്തു കൊടുക്കാനായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് തീരുമാനിച്ചത്. അവൾ സ്കൂളിൽ വിട്ട് വന്നു, മേലൊക്കെ കഴുകി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. മഴ ഉണ്ടായിരുന്നു. അതെ, നല്ല മഴ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. ഒന്ന് നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങൾ കറുകപത്തൂർക്കാണ് പോകുന്നത് ഡ്രസ്സ് എടുക്കുക. അപ്പോൾ വേദുട്ടൻ നല്ല ഹാപ്പി ആട്ടോ, പുറത്തേക്ക് ഇറങ്ങിയല്ലോ. അതെ, അപ്പം അച്ഛനോട് ഞാനൊരു ഹായ് പറയണ്ട കേട്ടോ അവിടെ ചാച്ചനോട്. അപ്പം ചാച്ച ഒരു ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അതാ ഹായ് ഒക്കെ തരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി. അപ്പോൾ ഞാൻ അമ്മയും കയറി. വേദു ഫ്രണ്ടിൽ ചാച്ചൻ്റെ കൂടെ ഇരിക്കുക കേട്ടോ. ചാച്ചൻ കയറിയിട്ടില്ല. അപ്പോൾ വേദുവിനെ മാമ ഇരിക്കുക. അപ്പോൾ എനിക്ക് ജലദോഷവും പനിയാണ്, അതാണ് ഇടയ്ക്ക് ഇങ്ങനെ ചുമക്കണ്. ഇപ്പം മഴക്കാലമാണ്, എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക. പുറത്തിറങ്ങുന്നവർ കുട ചൂടി പുറത്ത് പോവുക. അപ്പോൾ ഞങ്ങൾ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവള് ഇങ്ങനെ കളിക്കണ്ടല്ലോ. അപ്പോൾ ഓട്ടോറിക്ഷയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. പാട്ട് ഇങ്ങനെ വെച്ചാൽ കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വോയിസ് ഓവർ കൊടുക്കുന്നു കേട്ടോ. നല്ല വെറൈറ്റി പാട്ടുകളൊക്കെ ആയിരുന്നു. ശരിക്കും ആ പാട്ട് വെക്കണമായിരുന്നു. ഇതിൽ പിരിയോനെ അല്ല ബേബി, പെരിയോനെ റഹ്മാനെ ആ പാട്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവാണ്. അപ്പൊ എന്തെടുക്കും എന്നുള്ള തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാം എന്നുള്ളൊരു ഇതാണ്. 13-ാം തീയതിയാണ് കല്യാണം വരുന്നത് കേട്ടോ. അപ്പോൾ അവളുടെ മുടിയുടെ കാര്യം പറയാണ്. അവളുടെ ഞങ്ങളുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല നിങ്ങള്. ക്ലിപ്പ് ഉണ്ടല്ലോ, ആ കുഞ്ഞി ക്രാബ്, അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ഹെയർ ആക്സസറീസിന്റെ. ആ കാണാത്തവര് പോയി കാണണം. അതിന്റെ ലിങ്ക് ഞങ്ങള് അവിടെ ഇടാട്ടോ. അടിപൊളിയാണ് കേട്ടോ. അത് നല്ല രസമുണ്ട്. കുഞ്ഞി ക്രാബ് ഇങ്ങനെ മുടിയുടെ ക്രാബൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുടിയുടെ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയാണ്. ഷോർട്ട്സ് ഹെയർ ഉള്ളവർക്കും ലോങ് ഹെയർ ഉള്ളവർക്കും ഒക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പം ഞങ്ങൾ കറുകപത്തൂർ എത്തിയിട്ടോ. അപ്പം മാമ ആദ്യം ഞങ്ങളൊരു കടയിൽ കയറി. പക്ഷെ ആ കടയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നായ്ക്കള് നല്ലോണ്ട് കേട്ടോ, കൂട്ടത്തോടെ. ഒരു കറുപ്പും ബാക്കിയുള്ളത് വെള്ള. ആദ്യം ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് പിന്നെ വീണ്ടും വേറെ കടയിൽ പോയി. പിന്നെ വീണ്ടും തിരിച്ച് ഈ കടയ്ക്ക് വന്നു. ഈ കടയിൽ പോയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒന്നും ഒരു ഇതില്ല, ആരും ഇല്ല താനും കടയില്. പിന്നെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങളത് ഇറങ്ങിട്ടോ. ഫസ്റ്റ് ആ കടയിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ വേദുവിനെ ചാച്ചനിക്ക് കൊടുത്തു. എന്നിട്ട് ഞങ്ങള് കടയിൽ കയറി. കടയിൽ ചോദിച്ചോട്ടെ, ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കട്ടെ ചോദിച്ചോട്ടെ അവിടെ. അപ്പൊ അവിടുത്തോളം പറഞ്ഞു. കളക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ അവര് കാട്ടിത്തന്ന ആകെ രണ്ടെണ്ണൊക്കെ കാട്ടിത്തന്നു. പിന്നെ അവർക്കും അവർക്ക് അത്ര രസം തോന്നിയില്ല. ആ പിന്നെ ആകെ രണ്ടെണ്ണേ കാട്ടിയുള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങളൊന്ന് വേണ്ട പറഞ്ഞു. എന്നിട്ട് ആ കടയിൽ നിന്ന് പോന്നു കേട്ടോ. ആദ്യം നിർത്തിയ കടയില്ലേ, അതിക്ക് തന്നെ പിന്നെയും. അതെ, ഇവിടെ കളക്ഷൻസ് ഉണ്ടോ ചോദിച്ചപ്പോൾ നമുക്ക് അറിയൂല. ഞങ്ങൾ ചുരിദാർ എന്നാ പറഞ്ഞ ആദ്യം ചെന്നിട്ട്. അവര് പറഞ്ഞു ഈ കുട്ടിക്ക് പറ്റിയ ചുരിദാറൊന്നും ഇല്ല പറഞ്ഞു, ടോപ്പ് സെപ്പറേറ്റ് അങ്ങനെ കിട്ടണ പറഞ്ഞു. അപ്പൊ പിന്നെ എന്നാ വേണ്ട പറഞ്ഞു ഞങ്ങള്. ഓക്കെ പറഞ്ഞിട്ട് ഞങ്ങള് അവിടുന്ന് പോന്നു കേട്ടോ. അവിടെ തൊട്ടടുത്ത് തന്നെ ഇഷ്ടംമാതിരി കടകളുണ്ട്. അപ്പൊ ഞങ്ങൾ ഓട്ടോറിക്ഷ കയറി നേരത്തെ പറഞ്ഞ കടയ്ക്ക് കയറാൻ പോയിട്ടോ. അപ്പൊ അവിടെ നായ്ക്കളുണ്ട് തോന്നുന്നു, ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കൂട്ടത്തോടെ കറുപ്പ് വെള്ള. അതെ, അങ്ങനെ ഒരുപാട് നായ്ക്കളുണ്ടായിരുന്നു. പിന്നെ അപ്പൊ ഞങ്ങളിതാ ഈ കടയിലാട്ടോ കയറിയത്. ഇവിടെ കുഴപ്പമുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോയപ്പോ കറണ്ടും ഉണ്ടായില്ല. അപ്പൊ അവരോട് ചോദിച്ചോട്ടെ ഞങ്ങള് വീഡിയോ എടുക്കട്ടെ എന്ന്. അപ്പോൾ അവർ എന്താ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനലുണ്ട് പറഞ്ഞിട്ട് കടക്കാരനെ കൊണ്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. അയാൾ ചാനലിൻ്റെ പേരൊക്കെ പറയാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ കുട്ടിയാട്ടാ, അതെ പച്ച കുട്ടീനെ കാട്ടണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ കാട്ടിപ്പോയി. പിന്നെ പറഞ്ഞു കുഴപ്പമില്ല. അത് അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ സൈഡിൽ. പിന്നെ എങ്ങനെയൊക്കെ ആ കുട്ടി ഫ്ലാഷ് അടിച്ച് തന്നിട്ട് കുറേ ഡ്രസ്സുകൾ ആദ്യം കാട്ടി തന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതെ, ഒരു ഡ്രസ്സ് എടുത്തു. കുറേ നോക്കി, കുറേ മിഡിയും ടോപ്പ്, പിന്നെ പോലെ കുറേ ലെഹങ്ക,
പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ വെച്ചാ കോഡ് എന്താ ഈ ബനിയന്റെ അല്ല എന്താ കളർ കോഡ് എന്തോ പറഞ്ഞവര് അങ്ങനത്തെയാണ് ഇത്ര ഇപ്പോഴത്തെ ട്രെൻഡ്. പാന്റും പിന്നെ ഒരു ബനിയനും കോട്ടും അങ്ങനത്തെയാണ് ഇപ്പൊ ട്രെൻഡ്. അങ്ങനെ സെയിം കളറിൽ തന്നെ ഇടില്ലേ, അങ്ങനത്തെയാണ് ട്രെൻഡ് പറയുന്നുണ്ട്. അപ്പൊ രസമൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. ഇതാട്ടോ കട. ചാച്ചനല്ല അവിടെ. അപ്പൊ എന്താ പറയാ, അപ്പൊ ആ ഒരു ഡ്രസ്സ് ഞങ്ങള് ഇത് ഇട്ട് നോക്കിട്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. പിന്നെ ഈ ഡ്രസ്സിന്റെ മോളിൽ കൂടെ അതാ ഞങ്ങൾ ഇട്ട ഡ്രസ്സിന്റെ മോളിൽ കൂടെ തന്നെയാണ് കേട്ടോ ഇട്ടത്. അപ്പൊ അത് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി. വേറെ 1-2 ഡ്രസ്സൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ, പക്ഷെ ഞങ്ങൾ വീഡിയോയില് എടുക്കാൻ പറ്റിയില്ല. കൂടി തിരക്കായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും വീഡിയോ എടുക്കാനും പറ്റില്ല കേട്ടോ കൊറേ. പിന്നെ വേദൂനെ പിന്നെ അപ്പൊ ഞങ്ങള് വേദുവിന്റെ ഡ്രസ്സ് ഒരെണ്ണം നോക്കി, പിന്നെ ഞങ്ങൾ അതെടുത്തു. പിന്നെ വേദുവിന് ഒരു ടോപ്പല്ല വേദുവിനൊരു ബനിയ എടുത്തു. പിന്നെ അമ്മമ്മയ്ക്ക് ഒരു മാക്സി എടുത്തു. എന്നൊക്കെ ചാച്ചനാട്ടോ എടുത്തു. ചാച്ചന്റെ വകയായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ്. പിന്നെന്താ ഇത്രയൊക്കെ എടുത്തുള്ളൂ കേട്ടോ. അതാ കടയിൽ നിന്ന് കുറച്ച് വ്യൂസ് ഒക്കെ എടുത്തു. നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. പിന്നെ നല്ല മഴയായിരുന്നു. ന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ. അതെ, അവള് സെൽഫി വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തു. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ അതല്ലേ പിന്നെ കട കാണിച്ചു. അതെ, കട കാണിച്ചു തന്നു. അവിടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. കടയുടെ പേരെന്താടാ? കെവീസോ? അല്ല, കവറില് കാണിക്കുന്നുണ്ട്. ഞങ്ങൾ കറുകപത്തൂരുള്ള ഒരു കട തന്നെയാണ് കേട്ടോ. അതെ, ചാച്ചൻ ബില്ലൊക്കെ കൊടുത്തു, പാക്ക് ചെയ്തു. അപ്പൊ മാമിയും വേദുട്ടനും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. വേദുവിന് നല്ല സന്തോഷമായിട്ടോ കടയ്ക്ക് പോയപ്പോ. അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഓട്ടോയിൽ തന്നെ തിരിച്ചു കയറി വീട്ടിലേക്ക് പോയി കേട്ടോ. അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ എവിടെയും കയറാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഡ്രസ്സ് എടുത്തു. പിന്നെ അവൾക്ക് വന്ന ഉടനെ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കി. ഒന്നും കൂടി ഇതാണ് കടയുടെ പേര്, കെവീസ് എന്നിട്ടോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് ചെന്നു. പിന്നെ അവൾക്ക് പഠിക്കാണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഞാൻ അവളെ ഹാപ്പി ആയിട്ടോ. കല്യാണത്തിനാണോ റിസപ്ഷനാണോ ഈ ഡ്രസ്സ് ഇടേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. വേദുവിനെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. വേദുവിനെ ഒരു ദിവസം എടുക്കണം. വേദുവിന് ഒന്നുമില്ല. ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ ഡ്രസ്സൊക്കെ കഴിഞ്ഞു. അതല്ലെങ്കിൽ ഈ ബർത്ത്ഡേക്കൊക്കെ കിട്ടണത് അപ്പപ്പെടാൻ പറ്റിയതായിരിക്കുമല്ലോ, വലുതൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ചിലതൊക്കെ വലുതുണ്ടാവുള്ളൂ. അതെ, പക്ഷെ ചിലതൊക്കെ ആ പ്രായത്തിൽ തന്നെ ഇടുന്നതായിരുന്നു. അതൊക്കെ ഇപ്പൊ ചെറുതായി. അതെ, ഞങ്ങള് പർച്ചേസിങ് കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ. ഞാൻ അവള് കാട്ടണത്. വേദുവിനെ വീട്ടിലെത്തിയപ്പോ അതെ അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ ഷോപ്പിംഗ്, കുറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾക്ക്, മഴ കാരണോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചെങ്കിൽ നല്ല നല്ല വീഡിയോസിനായി ആ ബെൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം. എല്ലാവർക്കും ബൈ ബൈ.